പ്രിയമുള്ളവരെ, വിശുദ്ധ വേദിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ ഓരോരുത്തരും ആ വലിയ മഹത്വം മനസ്സിലാക്കണം. ഈ അനുഗ്രഹിക്കപ്പെട്ട ആലയത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നല്ലോ കൃപ തരാൻ വേണ്ടി തന്നെയാണ്. സകല ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ തരാൻ തന്നെയാണ്. ദുഃഖം നമ്മളെ ബന്ധനാവസ്ഥയിലേക്ക് നയിച്ചിട്ടുണ്ട്. പാപം നമ്മളെ ബന്ധനാവസ്ഥയിലേക്ക് നയിച്ചിട്ടുണ്ട്. രോഗം നമ്മളെ ബന്ധനാവസ്ഥയിലേക്ക് നയിച്ചിട്ടുണ്ട്. തകർച്ചകൾ നമ്മെ ബന്ധനാവസ്ഥയിലേക്ക് നയിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഈ ദൈവത്തിൻ്റെ സ്നേഹം അറിയാനും ആ സ്നേഹത്തിലേക്ക് നമ്മെ കൊണ്ടുവരാനും വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 48-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത്. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചത് നിന്നെ എനിക്ക് വേണം. നിന്നെ എനിക്ക് ലഭിക്കാൻ വേണ്ടി ഞാൻ നിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തരണോ അതെല്ലാം തരും. ഈ തകർച്ച നമ്മുടെ ജീവിതത്തിൽ തന്നു എങ്കിൽ മാത്രമേ നമ്മളെ ഈ തമ്പുരാന് ലഭിക്കുമെങ്കിൽ ആ തകർച്ച അനുവദിക്കും. ഈ രോഗത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ കരം നീട്ടി കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമ്മെ ഒരുക്കുന്നുവെങ്കിൽ ആ തകർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ നാളുകളിൽ ഒരു സഹോദരി തൻ്റെ പൊന്നുമോള് വഴിതെറ്റിപ്പോയതിൻ്റെ വേദനയിൽ മനസ്സ് തളർന്ന് മാനസിക രോഗാവസ്ഥയിലായി. അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ സാരമില്ല, വിഷമിക്കേണ്ട, ഒത്തിരി നാളായില്ലേ തമ്പുരാന് നമ്മളെ കിട്ടാതെ പോകുന്നു. ഒരു ദുശ്ശീലം ആ സഹോദരിയെ പിടികൂടിയിരിക്കുക. ആ ദുശ്ശീലം ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതിൽ നിന്ന് മോചനമില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര പറഞ്ഞിട്ടും എത്ര വൈദികരെ കണ്ടിട്ടും എത്രമാത്രം കുമ്പസാരിച്ചിട്ടും ആ ഒരു തിന്മയിൽ നിന്ന് ആ സഹോദരിക്ക് മോചനമില്ല. എന്നാൽ 95% ദൈവകൃപയിലാണ്. പക്ഷേ ആ ഒരു 5% മാറ്റിക്കളയാൻ പറ്റില്ല. അതേ അവസ്ഥയിലാണ്. അപ്പം ഞാൻ എന്നും പറയും, അതും കൂടെ മാറ്റിയാലേ പൂർണ്ണമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ദൈവം പ്രവർത്തിക്കൂ, നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കൂ, നമ്മുടെ മക്കളിൽ ദൈവം പ്രവർത്തിക്കൂ. അപ്പം ആ സഹോദരി പറഞ്ഞു, ഒരു കാര്യമില്ല, ഞാൻ എത്ര പ്രാർത്ഥിക്കുന്നേ, എൻ്റെ മൂത്ത മോൻ വഴിതെറ്റി, എൻ്റെ രണ്ടാമത്തെ മോനും വഴിതെറ്റി, ഇപ്പം മൂന്നാമത്തെ മോളും വഴിതെറ്റി. എന്നിട്ട് പഴിച്ചുകൊണ്ടിരിക്കുന്നത് പിതാവിനെ. അപ്പൻ കാരണം മക്കൾ ഇങ്ങനെയായി, അപ്പൻ കാരണം ഇങ്ങനെ, അപ്പൻ കാരണം എൻ്റെ മക്കൾ 2 പേരും ഇങ്ങനെ ദുശ്ശീലത്തിന് അടിമപ്പെട്ടെ. ഞാൻ പറഞ്ഞ അപ്പൻ കാരണമല്ല. അമ്മയും അപ്പനും ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ കൃപ നിറയുക. അമ്മയും അപ്പനും വിശുദ്ധി പാലിക്കുമ്പോഴാണ് മക്കളിൽ വിശുദ്ധി നിറയുക. അമ്മയും അപ്പനും അനുഗ്രഹത്തിൻ്റെ നിറവിൽ കടന്നു വരുമ്പോഴാണ് മക്കളിലേക്കും ഈ അനുഗ്രഹം നിറയുക. അപ്പൻ അമ്മയെ പഴിക്കും, അമ്മ അപ്പനെ പഴിക്കും. പക്ഷെ 3ാമത്തെ മോള് വഴി തെറ്റിയപ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? എൻ്റെ മോള് വഴി തെറ്റി. അവൾ ഞാൻ പറയുന്നൊന്നും അനുസരിക്കുന്നില്ല. അവൾ ഇപ്പോഴും തിന്മയിലാണ്. മൊബൈലിലും അവൾ തിന്മ കാണുക, പ്രവൃത്തിയിലും അവൾ തിന്മ, കൂട്ടുകാരോടുത്ത് അവൾ അവിടെ ഇവിടെയൊക്കെ യാത്ര ചെയ്യുക, തിന്മയ്ക്ക് അടിമപ്പെട്ട് നടക്കുക. അവൾക്ക് അതിൽ നിന്നും മോചനമില്ല. എത്ര പറഞ്ഞാലും അനുസരിക്കില്ല. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, മോളെയും കൊണ്ട് നിങ്ങൾ 2 പേരും പോയി വചനം കേൾക്കാൻ. മകളെ കൂട്ടി 2 പേരും വചനം കേൾക്കാൻ പോയി. കാരണം അത്രയ്ക്കും വേദനയായിരുന്നു. വചനം കേൾക്കാൻ പോയി. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം അമ്മയുടെ ഉള്ളിൽ സ്പർശിച്ചത് അമ്മയുടെ ദുശ്ശീല. അത്രയും നാളും പോയിട്ടും വചനം കേട്ടിട്ടൊന്നും മാറ്റം വന്നില്ല. ഈ മകളിലൂടെ കിട്ടിയ വേദന ആ അമ്മയെ പിടിച്ചു.
ആദ്യം തന്നെ അമ്മയുടെ ബലഹീനത മനസ്സിലാക്കി അമ്മയുടെ ദുശീലം എന്നതാണെന്ന് അമ്മയ്ക്ക് ബോധ്യം തന്നു. ആ അമ്മ പോയി കുമ്പസാരിച്ചു. ധ്യാനത്തിലെ കുമ്പസാര ദിവസത്തിൽ പോയി കുമ്പസാരിച്ചു. കൗൺസിലിങ്ങിന് വന്നു, കൗൺസിലിംഗ് നടത്തി. ആ ബലഹീനതകളൊക്കെ തമ്പുരാന് കൊടുത്തു. സ്നേഹമുള്ളവരെ, ആ മകള് ആ ധ്യാനത്തിലിരുന്നിട്ട് അവളുടെ ഓരോ പ്രവൃത്തികളും അവളുടെ ഉള്ളിൽ തന്നെ കർത്താവ് ഇങ്ങനെ ബോധ്യം കൊടുക്കുക. അവൾ അവിടെ ഇരുന്ന് അനുതാപ ശുശ്രൂഷയുടെ സമയത്ത് പൊട്ടിക്കരഞ്ഞു. ഈശോയെ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ അങ്ങയെ വേദനിപ്പിച്ചു, എൻ്റെ അപ്പനെ അമ്മയെ വേദനിപ്പിച്ചു, എൻ്റെ സഹോദരങ്ങളെ വേദനിപ്പിച്ചു. എത്ര പേരുടെ അടുത്താണ് ഞാൻ പോയത്, തെറ്റിലേക്ക് വീണത്, പാപത്തിലേക്ക് പോയത്. എല്ലാം ഓർത്ത് ആ പൊന്നുമോൾ അനുദപിച്ച് പ്രാർത്ഥിച്ചു. കൗൺസിലിങ്ങിന് വന്നപ്പോൾ അവൾ കണ്ണീരോടെയാണ് ഓരോ കാര്യങ്ങളും എടുത്ത് പറഞ്ഞത്. എനിക്ക് എൻ്റെ അപ്പനോട് വെറുപ്പായിരുന്നു, എനിക്ക് എൻ്റെ അമ്മയോട് വെറുപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരോടുള്ള വാശി തീർക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ തിന്മയിലൊക്കെ വീണത്. അതൊരു ബന്ധനാവസ്ഥയാ സ്നേഹമുള്ളവരെ. വാശി തീർക്കാൻ വേണ്ടി അവൾ അങ്ങനെയൊരു അവസ്ഥയിലേക്ക് പോയത്. നമ്മുടെ ഇവിടെയും ആർക്കൊക്കെയോ വാശിയുണ്ട് കേട്ടോ. ജീവിത പങ്കാളിയോടൊരു വാശി വരുമ്പോൾ എങ്ങനെയാ വേദനിപ്പിക്കണ്ടേ, എന്താ പറയണ്ടേ, എന്താ പ്രവർത്തിക്കണ്ടേ, ഒന്നും നമുക്ക് ചിന്ത വരില്ല. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഭാര്യ ഭർത്താവിനോട് ദേഷ്യം വാശിയുണ്ടെങ്കിൽ അവൾക്ക് ഒരു വിലയില്ല അദ്ദേഹത്തെ. എവിടെ വേണമെങ്കിലും പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, തന്നിഷ്ടം ചെയ്യാം, മക്കളെ എങ്ങനെ വേണമെങ്കിലും നോക്കാം, ഏത് വഴിയിലൂടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അപ്പനാരാ ചോദിക്കാൻ? അപ്പനാരാ കണക്കെടുക്കാൻ? അപ്പനാരാ ചോദ്യം ചെയ്യാൻ? വാശി തീർക്കാനുള്ള വെമ്പൽ കൊണ്ടിട്ട് അതിലൂടെ പോകുമ്പോൾ ഒരു സൈഡിലും മക്കൾ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാവില്ല. നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ വാശിയുള്ളവർ, ദേഷ്യമുള്ളവർ, ഉള്ളിലൊതുക്കി വയ്ക്കുന്നവർ. അതെല്ലാം എടുത്ത് തമ്പുരാന് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൃപ നഷ്ടപ്പെടും. നമ്മുടെ ഉള്ളിലൊരു വാശി നിലകൊള്ളുമ്പോൾ, ദേഷ്യം നിലകൊള്ളുമ്പോൾ, കോപം നിലകൊള്ളുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന തിന്മയുടെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയും. നമ്മളത് അറിയില്ല, നമ്മളത് മനസ്സിലാക്കില്ല. നമ്മളറിയാതെ നമ്മിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും ഒക്കെ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കും. അപ്പം സമാധാനം നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും. എത്ര വചനം കേട്ടാലും നമുക്ക് അനുഭവമാകില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത്. എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും? എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകില്ല. നിന്നിലൂടെ മഹത്വപ്പെടേണ്ട ദൈവത്തിൻ്റെ നാമം നിന്നിലൂടെ തന്നെ മഹത്വപ്പെടണം. നിന്നിലൂടെ മഹത്വപ്പെടേണ്ട ദൈവത്തിൻ്റെ നാമം കളങ്കിതമാകാൻ ദൈവം അനുവദിക്കില്ല. നമ്മൾ നല്ല ജീവിതം നയിക്കുമ്പോൾ നമ്മിലൂടെ ദൈവം മഹത്വപ്പെടും. നമ്മൾ ആത്മീയരായി മാറുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകും. നമ്മൾ ആത്മീയ ജീവിതത്തിന് അവകാശിയായി അനേകരെ ആത്മീയതയിലേക്ക് നയിക്കുമ്പോൾ, അനേകം ആത്മാക്കൾക്ക് വേണ്ടി ഓടുമ്പോൾ, ഒരു മനുഷ്യൻ പോലും നശിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, അവന് വേണ്ടി അവൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറും. പ്രൈസ് ദി ലോർഡ്. രണ്ട് കൈ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ക്ഷീണവും വിഷമവും അസ്വസ്ഥതയൊക്കെ മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, സ്തുതി, ആരാധന, മഹത്വം. പ്രൈസ് ദി ലോർഡ്. ചിലരിങ്ങനെ പറയുകയെ, ജീവിതകാലം മുഴുവൻ എനിക്ക് ദുഃഖമേ ഉള്ളൂ, തകർച്ചയുള്ളൂ. ഇന്ന് ഞാനിപ്പോഴും വിശുദ്ധ വേദിയിൽ നിൽക്കുമ്പോൾ എന്നെ ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിച്ചു, നിങ്ങളെയും ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിച്ചു. നിങ്ങളോട് പറയാൻ ആവശ്യപ്പെട്ട വചനം മാത്രമേ നിങ്ങളോടിപ്പം ഞാൻ പറയുന്നുള്ളൂ. ചിലരുടെയൊക്കെ വേദനയതാ, ജീവിതകാലം മുഴുവൻ തകർച്ച, ജീവിതകാലം മുഴുവൻ ദുഃഖം, ജീവിതകാലം മുഴുവൻ കഷ്ടപ്പാട്. ഇന്ന് സാമ്പത്തിക തകർച്ചയിൽ കുറേ പേര് വന്നിട്ടുണ്ട്. സമ്പത്ത് തകർന്നിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ബാക്കി പലതിലും കർത്താവ് പിടിച്ചു നോക്കി, പക്ഷേ നമ്മളെ കിട്ടിയില്ല.
ഇപ്പോഴത്തെ ഈ ട്രെൻഡ് സമ്പത്ത് തകർന്നാൽ, കയ്യിലൊന്നും ഇല്ലാതെ വന്നാൽ, ചിലവിടാൻ ഒന്നുമില്ലാതെ വരുമ്പോൾ ഉള്ളുരുകും നമ്മൾ. ഇപ്പം കണ്ടിരിക്കുന്നത് അതാ. രോഗം വന്നു കൊണ്ട് കാണിച്ചു, കുഴപ്പമില്ല, മാറി അല്ലെങ്കിൽ മാറിയില്ല, അതിലൊന്നും മനസ്സത്ര തളരുന്നില്ല. പക്ഷെ പൈസ ഇല്ലാതെ വരുമ്പോൾ കുറേ പേര് തളരുന്നുണ്ട്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: മകനെ, നാം ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. തോബിയാസ് തോബിത്തിനോട് ഉപദേശം കൊടുക്കുക, മകനോട്. കാരണം അവർ തകർന്നു, സമ്പത്തൊക്കെ പോയി, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു, ദാരിദ്ര്യവും കഷ്ടപ്പാട് അനുഭവിച്ചു. അപ്പൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി, അധ്വാനിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ തോബിത്ത് തോബിയാസിനോട് പറയുക, മകനെ, നാം ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുകയും അവിടുത്തെ പ്രീതികരമായ രീതിയിൽ നീ മുന്നോട്ട് പോവുകയും ചെയ്താൽ, ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നീ ജീവിക്കുകയും ചെയ്താൽ നമുക്ക് വലിയ സമ്പത്ത് കൈവരും. സാമ്പത്തിക തകർച്ചയുള്ളവരോട് കർത്താവ് പറയാ, മകളെ, മകനെ, നീ ദരിദ്രനായി തീർന്നതിൽ ആദി വേണ്ട. ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം. ദൈവഭക്തിയിൽ നിന്ന് അകന്നോ? നമ്മൾ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, എല്ലാ ആഴ്ച ഇവിടെ വരുന്നുണ്ട്, ശുശ്രൂഷകൾക്കൊക്കെ മുന്നിലുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോടൊരു വലിയ സ്നേഹം വരുന്നില്ല, ആ വലിയ ഭക്തി വരുന്നില്ല. ഉറക്കം തൂങ്ങി ഇങ്ങനെ കുത്തിയിരിക്കുക. എല്ലാവരും അല്ല കേട്ടോ, ചിലർ എന്ത് ഉഷാറായിട്ടിരിക്കേണ്ടവരാ. കാരണം നമ്മൾ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിലാണ്, എന്ത് അഭിഷേകമുള്ള, എത്ര വലിയ കൃപയുള്ള, എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമായത്. എന്നിട്ട് ഇങ്ങനെ പിണ്ണാക്കം നനച്ചു വെച്ച പോലെ ഇരിക്കുക. നമ്മുടെ ദുഃഖം കാരണം, നമ്മുടെ വേദന കാരണം, നമ്മുടെ തകർച്ച കാരണം. ചിലപ്പോൾ നമ്മൾ ഉറക്കമില്ലാതെ വിഷമിച്ച് ഉറങ്ങാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടാവും. ഇന്നലെ ഉറങ്ങാൻ മരുന്ന് കഴിച്ചു, അതിന് ഡോസ് പോയിട്ടില്ല. മാനസിക അസ്വസ്ഥതയ്ക്ക് മരുന്ന് കഴിച്ചു, അതിൻ്റെ ഡോസ് തീർന്നിട്ടില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇപ്പം ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും മനസ്സ് മുഴുവൻ ആ തകർച്ചയിലും ദുഃഖത്തിലാണ്. മക്കളുടെ അടുത്താ, കുടുംബത്തിലാ, ജീവിത പങ്കാളി ഇന്നലെ പറഞ്ഞ വാക്കുകളിലാ, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളിലാ, നാളെ കൊടുക്കാനിരിക്കുന്ന കടബാധ്യത, നാളെ കൊടുക്കണോ, അത് പറഞ്ഞ ഡേറ്റാ, എന്താ ചെയ്യുക? ഇവിടെ വന്ന് കുത്തിയിരിക്കുമ്പോൾ ഇതൊന്നും കേൾക്കാനായിട്ട് സമയമില്ല, ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. ആ അവസ്ഥയിലും കുറച്ച് പേരൊരുക്കുണ്ട്. എൻ്റെ മകനെ, നാം ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. ആദി വേണ്ട. നീ ദൈവത്തോട് ഭക്തി ഉണ്ടാവും, ദൈവത്തോട് ചേർന്ന് നിൽക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലായിരിക്കെ. എന്നിട്ട് നിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം നീ അകന്നു പോ. എല്ലാ പാപങ്ങളും ഉപേക്ഷിക്ക്. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല. വിശുദ്ധി ഇല്ലാത്തടുത്ത് ദൈവത്തിനൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. വിശുദ്ധി എന്ന് പറയുമ്പോൾ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ മനുഷ്യൻ, ദൈവത്തിൻ്റെ മക്കള്, ദൈവമകനും ദൈവമകളുമായി തീർന്ന് ദൈവത്തോട് ചേർന്നിരുന്ന് മറ്റൊരു കൃപയുടെ നിറവ് നമുക്കുണ്ടാകണം. ഒരു തിന്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സാധിക്കുമോ? അത് സാധിക്കും, സാധിക്കും. ചിലർ പറയുവേ, മനുഷ്യരല്ലേ, പറ്റുമോ? മയക്കുമരുന്നിന് അടിമയായിരുന്നു, അതിനിടയിൽ മയക്കുമരുന്ന് വിൽക്കുകയും ചെയ്യും. അപ്പം കുറേ കൂട്ടുകാരുമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, അധികം പ്രായമൊന്നുമില്ല. ആദ്യത്തെ ആഴ്ചയൊക്കെ അവന് ഒരു ബോധം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ആഴ്ച വന്നപ്പോൾ ഇച്ചിരി ബോധം വന്നു. മൂന്നാമത്തെ ആഴ്ച വന്നപ്പോൾ വചനം കേൾക്കാൻ തുടങ്ങി. നാലാമത്തെ ആഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കാൻ തുടങ്ങി. നാലാമത്തെ ആഴ്ചയെ ഞാൻ കണ്ടുമുട്ടുന്നത്, ചേച്ചിയെ എൻ്റെ മൈൻഡ് കട്ടായി കിടക്കുകയെന്ന്. എൻ്റെ മൈൻഡ് കട്ടായി കിടക്കുക.
അതുകൊണ്ട് എനിക്ക് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും അറിയുന്നില്ല, ഒന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പം എനിക്ക് ഏതാണ്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുക. 4-ാമത്തെ ആഴ്ച വന്നപ്പോൾ വീട്ടിൽ ശല്യം, പണം ചോദിച്ച് ശല്യം, അമ്മേനെ അടിക്കും, വീട്ടിൽ ഉപദ്രവിക്കും, എല്ലാ ശല്യങ്ങളും ചെയ്യും. അവർക്കൊക്കെ മടുത്തു, അവർക്കൊക്കെ വെറുത്തു. പക്ഷെ ഒരു അമ്മയ്ക്ക് മകനെ വെറുക്കാൻ പറ്റില്ലല്ലോ. അമ്മ മകനോട് കരുണ കാണിക്കുമല്ലോ. അതിനേക്കാൾ ഉപരി ദൈവത്തിന് ആ മകനോടൊരു കരുണയുണ്ടല്ലോ. അതുകൊണ്ട് ദൈവം കൊണ്ടുവന്നതാ. അവൻ്റെ സഹോദരനാ കൊണ്ടുവന്നാക്കിയത്. 3 സഹോദരന്മാരുണ്ട്. അവരാരും ഒരു ദുശ്ശീലത്തിന് അടിമയല്ല. പക്ഷെ ഇവൻ ദുശ്ശീലത്തിന് അടിമയാണ്. ഇവൻ കാരണം ആ കുടുംബം മുഴുവൻ തകർന്നൊരവസ്ഥയിലാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു പാവം പയ്യൻ വർത്തമാനം പറയുമ്പോൾ എനിക്ക് പാവം തോന്നി. അവനോട് ചോദിക്കുന്നതിനൊക്കെ യെസ് ഉത്തരങ്ങൾ കിട്ടുക. ഞാൻ പറഞ്ഞു, ഈ മയക്കുമരുന്ന്, ആ ചേച്ചിയെ, കള്ളു കുടിക്കോ, ആ ചേച്ചിയെ, അമ്മേനെ തല്ലോ, ആ ചേച്ചിയെ, വഴക്കുണ്ടോ നിനക്ക്, പോലീസ് കേസുണ്ട്, ആ ചേച്ചിയെ, വഴക്ക് കൂടിയിട്ട് ഒന്നും മറച്ചു വെച്ചില്ല, ഒന്നും നുണ പറഞ്ഞില്ല. നിഷ്കളങ്കനായ ഒരു പയ്യൻ എല്ലാം സത്യം പറഞ്ഞു. എന്നിട്ട് അവസാനം പറയാം, എനിക്ക് പറ്റണില്ല ചേച്ചി. ഇതാണ് ഒരു ബന്ധനാവസ്ഥ. എനിക്ക് പറ്റണില്ല. ഞാനിപ്പോൾ 4 ആഴ്ചയായില്ലോ വചനം കേൾക്കുന്നു. ഇപ്പം സാധിക്കുന്നുണ്ടോ? ഇപ്പം കുറച്ച് എനിക്ക് സാധിക്കാം. ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ആരോ മയക്കുമരുന്നിനടിമയായിട്ടുണ്ട്, ആരോ മദ്യത്തിനടിമയായിട്ടുണ്ട്, പുകവലിക്കടിമയായിട്ടുണ്ട്. അതൊന്നും നമ്മളെ രക്ഷിക്കില്ല. അപ്പോഴത്തെ ഒരു സമാധാനം, അപ്പോഴത്തെ ഒരു സന്തോഷം, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടി വേദനയാണ്, അതിൻ്റെ ഇരട്ടി അസ്വസ്ഥതയാണ്, അതിൻ്റെ ഇരട്ടി പ്രശ്നങ്ങളാണ്. അതിനടിമയായി കഴിഞ്ഞാൽ പിന്നെ മൈൻഡൊക്കെ കട്ടാവും. പിന്നെ സുബോധമൊന്നും ഇല്ല, ബോധത്തോടെ ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. ഇവിടെ ആരോ അമ്മമാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കൾ വീട്ടിലിരുന്ന് ഈ അവസ്ഥയിൽ വേദനിക്കുന്നു. അമ്മയ്ക്ക് വേറെ ഒന്നും ചിന്തയില്ല. ഈ ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ മോനെ ഒന്ന് പിടിക്കണം, എൻ്റെ മോനെ ഒന്ന് ശരിയാക്കണം. പക്ഷെ അമ്മ ഇവിടെ വന്നത് മോന് പ്രാർത്ഥിക്കാനാണെങ്കിലും ദൈവം ആവശ്യപ്പെടുന്നത് ഈ അമ്മയെ, ഈ അമ്മയിലൂടെ മുറിവേറ്റ, അപ്പനിലൂടെ മുറിവേറ്റ, സ്നേഹം കിട്ടാത്ത, കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട സ്നേഹം, കിട്ടേണ്ട മാതാപിതാക്കളിലൂടെ കിട്ടേണ്ട ദൈവത്തിൻ്റെ സ്നേഹം കിട്ടാതിരുന്നത് കൊണ്ടാണ് ആ കുഞ്ഞ് വളർന്നു വന്നപ്പോൾ ആ കുഞ്ഞിലേക്ക് ലോകത്തിൻ്റെ തിന്മകൾ കയറിക്കൂടിയത്. ഇതിന് സൗഖ്യപ്പെടണമെങ്കിൽ ഈ അപ്പനും അമ്മയും പ്രാർത്ഥിക്കണം. അവരിലൂടെ ദൈവത്തിൻ്റെ കൃപയിലേക്ക് ആ പൊന്നുമോനെ നയിക്കണം. നമ്മളിവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ബന്ധനങ്ങളെല്ലാം കെട്ടഴിയും. അപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാർ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ മോന് മുറിവേറ്റിട്ടുണ്ട്, എൻ്റെ മോള് വഴിതെറ്റുക, അവൾക്ക് മുറിവേറ്റിട്ടുണ്ട്. ഈ മുറിവുകളെല്ലാം സൗഖ്യപ്പെടുത്തണേ, ഈ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകണേ. യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം കൊടുക്കും. യേശുവിൻ്റെ രക്തം എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യം കൊടുക്കും. യേശുവിൻ്റെ രക്തം എല്ലാ ദുരിതങ്ങളിൽ നിന്നും വിടുതൽ നൽകും. യേശുവിൻ്റെ രക്തം എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും മോചനം നൽകും. പ്രൈസ് ദി ലോർഡ്. 2 കൈ ഉയർത്തി മോചനം കിട്ടാനുള്ള ദാഹത്തോടെ എന്ന് പ്രാർത്ഥിച്ച്, ഉള്ളുരുകി പ്രാർത്ഥിച്ച്, വർഷങ്ങളായിട്ടുള്ള കടബാധ്യതകൾ മാറിപ്പോകട്ടെ, വർഷങ്ങളായിട്ടുള്ള ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും വിട്ടുപോകട്ടെ. സ്വരം ഉയരട്ടെ, ദൈവം കേൾക്കട്ടെ നമ്മുടെ സ്വരം. ഭാഷാവരമുള്ളവർ ഭാഷാവരത്തിൽ സ്തുതിക്കട്ടെ. ഷിയാമല മരിയാണെന്തല്ലാർ ഭരിയണ. കർത്താവേ, നിൻ്റെ പൊന്നു മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ മക്കളെ കൃപ ചൊരിഞ്ഞ് അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. കർത്താവേ, അങ്ങയുടെ ശക്തിയുള്ള വചനം നിൻ്റെ മക്കളുടെ ഉള്ളിൽ കയറട്ടെ. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ നന്ദി. കർത്താവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ. പ്രൈസ് ദി ലോർഡ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. എല്ലാം 2:2:2 ഓർമ്മ വയ്ക്കണേ. ഏതാണ് സുവിശേഷം ലേഖനം? കൊറിന്തോസ്. 2 കൊറിന്തോസ് 2-ാം അധ്യായം 2-ാം തിരുവചനം. അതിലിങ്ങനെ പറയാ, ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിൽ, ഞാൻ ദുഃഖിപ്പിച്ചവരല്ലാതെ മറ്റാരാണ് എന്നെ സന്തോഷിപ്പിക്കുവാനുള്ളത്? ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിൽ, ഞാൻ ദുഃഖിപ്പിച്ചവരല്ലാതെ മറ്റാരാണ് എന്നെ സന്തോഷിപ്പിക്കുവാനുള്ളത്?
നമ്മളിവിടെ വന്നതിൻ്റെ കാരണം അതാ. ഈ ദുഃഖം തന്നതുകൊണ്ട്, ഈ വേദന തന്നതുകൊണ്ട്, ഈ തകർച്ച തന്നതുകൊണ്ട്, ഈ ദുരിതം തന്നതുകൊണ്ട്, ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട്, ഇത്രയും പഠിച്ചിട്ടൊരു ജോലി കിട്ടാത്തത് കൊണ്ട്, പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പൊന്നുമക്കൾ വന്നിട്ടുണ്ട്. പഠിക്കാൻ പറ്റുന്നില്ല. നല്ല കുട്ടികളവർ, ബലഹീനതകളൊന്നും വീണിട്ടില്ല, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല. പഠിച്ച് ജയിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല, പേടിയാണ്. കുടുംബം നന്നായി പുലർത്താൻ പറ്റുന്നില്ല. ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊന്നും മാറിയിട്ട് വേണ്ടേ? അതുപോലെ വിദേശത്ത് പോകാനായിട്ട്, പഠനത്തിന് തന്നെ, ഉപരിപഠനത്തിന് വേണ്ടി വിദേശത്ത് പോകാനായിട്ട് ലോൺ ശരിയായിട്ടില്ല, വിസ ശരിയായിട്ടില്ല. ആരൊക്കെയോ അങ്ങനെ വന്നിട്ടുണ്ട്. വിവാഹം ഉറപ്പിച്ചു, പക്ഷെ അത് മാറിപ്പോയി. അടുത്തത് വിവാഹത്തിന് ഡേറ്റ് വരെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കയ്യിൽ നയാ പൈസ ഇല്ല. ഒരു വീട് വയ്ക്കാൻ വർഷങ്ങളായി ആഗ്രഹിക്കണു, ഇപ്പോഴും അതിന് സാധിച്ചിട്ടില്ല. ഒരു വീട് വയ്ക്കാനായിട്ട് തുടങ്ങി പകുതിയായി, ഇപ്പം പണി നിർത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒത്തിരി പേരിവിടെ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിൽ ഞാൻ ദുഃഖിപ്പിച്ചവരല്ലാതെ മറ്റാരാണ് എന്നെ സന്തോഷിപ്പിക്കുവാനുള്ളത്? 2 കൊരിന്തോസ് 7-ാം-അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനത്തിൽ പറയാ, ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു, ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങളെ ദുഃഖിപ്പിച്ചത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പം നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചു. വരുമ്പോൾ നിങ്ങളുടെ ദുഃഖം എന്തോരം വേദനയായിരുന്നു, ഇതിനെക്കുറിച്ച് സ്ഥിരമായിട്ട് വന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി കൃപയിലേക്ക് വന്നപ്പോൾ ആ ദുഃഖം എല്ലാം പശ്ചാത്താപത്തിലേക്ക് നയിച്ചു. അതിൽ ഖേദത്തിന് അവകാശമില്ല എന്ന് പറയുന്നത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, ദൈവം അനുവദിച്ച ദുഃഖങ്ങളുണ്ട്, ദൈവം അനുവദിച്ച തകർച്ചകളുണ്ട്, ദൈവം അനുവദിച്ച രോഗങ്ങളുണ്ട്, ദൈവം അനുവദിച്ച കഷ്ടപ്പാടുകളുണ്ട്. ഇത് നമുക്ക് തന്നാലേ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലേ, ഇത് നമ്മൾ അനുഭവിച്ചാലേ, ഇതിലൂടെ നമ്മൾ കടന്നു പോയാലേ നമ്മൾ ശക്തരാകൂ, നമ്മൾ അനുതാപത്തിലേക്ക് വരൂ, നമ്മൾ കൃപയിലേക്ക് വരൂ, നമ്മൾ തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് വരൂ. പ്രൈസ് ദി ലോർഡ്. ഒരു കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതേ സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചെങ്കിൽ, ഞാൻ ദുഃഖിപ്പിച്ച നിങ്ങളല്ലാതെ എന്നെ എങ്ങനെ ആരാ സന്തോഷിപ്പിക്കാനുള്ള? ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് കഴിഞ്ഞ ജീവിതങ്ങളിൽ ദുഃഖവും വേദനയും അനുഭവിച്ചിട്ടാണ് ദൈവത്തിൻ്റെ കൃപയിലേക്ക് വന്നതെങ്കിൽ ഇന്ന് ആ ദുഃഖത്തിലൂടെ നമ്മളെ കൊണ്ടുവന്ന തമ്പുരാൻ സന്തോഷിക്കുക. കാരണം അതിലൂടെയൊക്കെ നമ്മൾ ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ അനുഭവിച്ചു, ദൈവകൃപയിലേക്ക് വന്നു, ദൈവത്തിൻ്റെ പൊന്നുമക്കളായി ഇന്ന് അനേകർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരായി മാറി, കൃപ നിറഞ്ഞവരായി മാറി, ശക്തി പ്രാപിച്ചവരായി മാറി. പ്രൈസ് ദി ലോർഡ്. ഞാൻ വർഷങ്ങളായിട്ട് ഒരു സഹോദരി, പോട്ടാശ്രമത്തിലുള്ളൊരു സഹോദരിയെക്കുറിച്ച് പറയും. ആ സഹോദരി പോട്ടാശ്രമത്തിൽ സ്ഥിരം പ്രേക്ഷിതയാണ്. ആ പ്രേക്ഷിതയാകുന്നതിന് മുൻപ് ആ സഹോദരി പോട്ടാശ്രമത്തിലേക്ക് വന്നത് 3 പെൺകുട്ടികളാണ് അവരുടെ കല്യാണം കഴിയാൻ വേണ്ടിയാണ്. 3 പെൺകുട്ടികളും വിവാഹം കഴിയാതെ നിൽക്കുക. മൂത്ത മോൾ ഒരുവിധം പ്രായമായി, അതിന് താഴെ പ്രായമായി. ഈ 3 പെൺകുട്ടികളുടെയും കല്യാണം കഴിയാതെ വിഷമിച്ചിരിക്കുക. അപ്പോൾ ആ സഹോദരിയുടെ ആഗ്രഹം, അച്ഛനെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചാൽ എൻ്റെ മക്കളുടെ കല്യാണം കഴിയും. പിന്നത്തെ ആ സഹോദരിയുടെ വേദന, കിണറ്റിൽ വെള്ളമില്ല. ഇപ്പം ഈ മഴക്കാലത്തല്ല കേട്ടോ, കിണറ്റിൽ വെള്ളമില്ല. എത്ര പ്രാവശ്യമായി ഈ മാതിരി പൈസ ഇല്ലാതെ വിഷമിക്കുന്ന സഹോദരി കിണറ്റിൽ വെള്ളം കിട്ടാൻ വേണ്ടി കുഴിക്കും, അവിടെയും കിട്ടില്ല, വേറെ കിണർ കുഴിക്കും, അവിടെയും കിട്ടില്ല. പാവം സഹോദരി ഒരാഗ്രഹം അതാ, കിണറ്റിൽ വെള്ളം വേണം. അന്ന് അവസാനത്തെ തീരുമാനം എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. തീരുമാനം ഇതാ, ഇന്ന് അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ അത് തരുമെന്ന് പറഞ്ഞാൽ, അച്ഛൻ അത് കിട്ടുമെന്ന് പറഞ്ഞാൽ, അച്ഛൻ ആ കാര്യം നടക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വരും.
അതല്ല അച്ഛൻ, അത് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കും. ഏത് ശുശ്രൂഷ ജീവിതം. അന്ന് പനിക്കലച്ചനെ നോക്കി നടന്നു, പനിക്കലച്ചനെ കിട്ടിയില്ല. പിന്നെ നോക്കിയപ്പോൾ മാത്യച്ഛൻ നിൽക്കണു. മാത്യച്ഛൻ്റെ അടുത്ത് ചെന്നു, അച്ഛാ എൻ്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എൻ്റെ മൂത്ത മോള്, രണ്ടാമത്തെ മോള്, മൂന്നാമത്തെ മോള്, 3 പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞിട്ടില്ല. എൻ്റെ മക്കളുടെ ആരുടെയെങ്കിലും ഒരാളുടെ കല്യാണം കഴിയണം. പിന്നെ എൻ്റെ വീട്ടിൽ കിണറ്റിൽ വെള്ളമില്ല, അത് വലിയ ബുദ്ധിമുട്ടാണ്. തൊട്ടടുത്തൊന്നും കിണറുള്ളവരില്ല, വീടുകളില്ല, അതുകൊണ്ട് ഒത്തിരി വിഷമമാണ്. അച്ഛൻ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, അമ്മച്ചി മുട്ടുകുത്ത്, ഞാൻ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം അച്ഛനോട് അമ്മച്ചി ചോദിച്ചു, മുട്ടുകുത്തിയ അച്ഛൻ പ്രാർത്ഥിച്ച എൻ്റെ മോളുടെ കല്യാണം കഴിയുമോ? ഞാൻ മുട്ടുകുത്താം, അച്ഛൻ പ്രാർത്ഥിച്ച എൻ്റെ കിണറ്റിൽ വെള്ളം ഉണ്ടാവുമോ? അച്ഛൻ പറഞ്ഞു, കിണറ്റിൽ വെള്ളം ഉണ്ടാവില്ല, മക്കളുടെ കല്യാണം ഇപ്പം കഴിയില്ല, പക്ഷെ അമ്മച്ചിക്ക് കൃപ കിട്ടും. ആ കൃപ കിട്ടി, കൃപയിൽ അമ്മച്ചി ജീവിക്കുമ്പോൾ, ഓടി നടക്കുമ്പോൾ തമ്പുരാൻ തന്നെ തരും. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നില്ല, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ദൈവരാജ്യ ശുശ്രൂഷയ്ക്കിറങ്ങി ദൈവരാജ്യം കണ്ടെത്തി ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന, ദൈവരാജ്യം അറിഞ്ഞ് സ്നേഹിച്ച് നടക്കുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കൾക്ക് എല്ലാം കൂട്ടിച്ചേർക്കും, സകലതും കൂട്ടിച്ചേർക്കും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലോ, അനുഭവം ഉള്ളവരൊന്ന് കൈപ്പൊക്കിക്കേ. ഒത്തിരി പേരുണ്ട്, കണ്ടോ? ആ കൈയൊന്ന് അടിച്ചേ, ഈശോ മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. അതേ സ്നേഹമുള്ളവരെ, ദൈവരാജ്യം അന്വേഷിച്ചാൽ മതി, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കും. അതിനുവേണ്ടി മാത്യച്ഛൻ പറഞ്ഞ്, അമ്മച്ചി മുട്ടുകുത്ത്, അമ്മച്ചിക്ക് ഇപ്പം മോളുടെ കല്യാണമൊന്നും കഴിയില്ല, കിണറ്റിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അമ്മച്ചിക്ക് കൃപ കിട്ടും, അമ്മച്ചി ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന അമ്മച്ചിയായി മാറും. അമ്മച്ചി പറഞ്ഞു, എനിക്കത് വേണ്ടാന്ന്, എനിക്കത് വേണ്ട, എന്നെ മുട്ടുകുത്തി പ്രാർത്ഥിപ്പിച്ചിട്ട് കൃപ നിറയ്ക്കാം, കൃപ എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞാൽ മതി. അപ്പം അച്ഛന് മനസ്സിലായി അമ്മച്ചി ഒരു ബന്ധനാവസ്ഥയിലാണ്. നമ്മളിൽ ചിലരങ്ങനെ പറയാറുണ്ട് കർത്താവിനോട്, എനിക്കങ്ങനെ ഓടി നടക്കാനൊന്നും നേരില്ല, എനിക്കിങ്ങനെ ബൈബിൾ വായിച്ച് കുത്തിയിരിക്കാനും നേരില്ല, എനിക്ക് ധ്യാനം കൂടാനൊന്നും നേരില്ല, ഇന്ന് തന്നെ ഞാൻ എത്ര പാടുപെട്ടിട്ടാണ് വന്നിരിക്കണേ, എനിക്ക് എത്രയും പെട്ടെന്ന് ആ കാര്യം നടത്തി തന്നാൽ ഞാൻ നിൻ്റെ കൂടെ വരാം. കാര്യം നടത്തി തന്നിട്ടല്ല, കാര്യം നടത്തുന്നതിന് മുൻപേ കൂടെ വന്നാലേ അത് കിട്ടുള്ളൂ. അപ്പം അമ്മച്ചി പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന്. അച്ഛൻ പറഞ്ഞു, അമ്മച്ചി മുട്ടുകുത്ത്. ഞാൻ മുട്ടുകുത്തില്ല, എനിക്ക് കൃപ വേണ്ട. അച്ഛൻ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടും അമ്മച്ചി മുട്ടുകുത്തിയില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യേ, അമ്മച്ചിയുടെ മുന്നിൽ ഞാൻ മുട്ടുകുത്താം, എന്നിട്ട് അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേ, അപ്പം കൃപ നിറയാൻ. അമ്മച്ചിയുടെ മുമ്പിൽ അച്ഛൻ മുട്ടുകുത്താൻ പോയപ്പോൾ അമ്മച്ചി, അയ്യോ അച്ഛൻ മുട്ടുകുത്തണ്ട, ഞാൻ മുട്ടുകുത്തിക്കോളാം, അച്ഛൻ മുട്ടുകുത്തണ്ട, ഞാൻ മുട്ടുകുത്തിക്കോളാം. അങ്ങനെ മുട്ടുകുത്തി, അമ്മച്ചി മുട്ടുകുത്തി. സിസ്റ്റർ തെരേസയുണ്ട് കൂടെ. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ ഈ അമ്മച്ചിക്ക് കൃപ കൊടുക്കണേ, കൃപ കൊടുക്കണേ, ഈ ഒന്നും കിട്ടാത്ത ഈ ബന്ധനാവസ്ഥയിൽ നിന്ന് അമ്മച്ചി ഒന്ന് രക്ഷപ്പെടാൻ അമ്മച്ചിക്ക് കൃപ കൊടുക്കണേ. അമ്മച്ചി കൈകൊണ്ട് ഇങ്ങനെ കാട്ടിയിട്ട് പറയും, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട. അച്ഛൻ പിന്നെയും പ്രാർത്ഥിക്കും, കൃപ കൊടുക്കണേ, കൃപ കൊടുക്കണേ. അമ്മച്ചി പറയും, അയ്യോ എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ടാന്ന്. അങ്ങനെ പറഞ്ഞിരിക്കലേ അച്ഛൻ പിന്നെയും പ്രാർത്ഥിച്ചു, കർത്താവേ കൃപ നിറയ്ക്കണേ, മകളിൽ കൃപ നിറയ്ക്കണേ, ദുഃഖം എല്ലാം മാറണേ, ആവശ്യങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൃപ ചൊരിയണേ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ അമ്മച്ചി ആ പ്രാർത്ഥനയെ അങ്ങ് മാറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, കർത്താവേ എനിക്ക് ഇത് മതി കർത്താവേ, ഇത് മതി കർത്താവേ എന്ന്. പിന്നെ അമ്മച്ചി അങ്ങ് കരച്ചിൽ തുടങ്ങി, കൈ രണ്ടും ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങി, സ്തുതിക്കാൻ തുടങ്ങി, എനിക്കിത് മതി കർത്താവേ, ഇത് മതി കർത്താവേ എന്ന്. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ സിസ്റ്റർ ചോദിച്ചു, അമ്മച്ചി എന്നതാ കണ്ടേ, ഇത് മതി ഇത് മതി എന്ന് പറഞ്ഞുല്ലോ, അതിന് മുൻപ് വരെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആള് ഇത് മതി ഇത് മതി എന്ന് പറഞ്ഞില്ല, എന്നതാ കണ്ടത്? അമ്മച്ചി പറയാ, സിസ്റ്ററേ ഞാൻ സ്വർഗരാജ്യം കാണുമായിരുന്നു, എന്തോ ഒരു ഭംഗിയാ, നീലയും പച്ചയും വെള്ളയും
അങ്ങനെയുള്ള കുറേ കളറുകൾ ഇങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഭയങ്കര ശക്തി എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് അത് മതി, അത് മതി എന്ന്. സ്നേഹമുള്ളവരെ, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച അമ്മച്ചീനെ കണ്ടു. ഞങ്ങൾ നല്ല പരിചയമാണ്. ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയാ, കൊറോണയുടെ സമയം തൊട്ട് ഞാൻ വീട്ടിലായിരുന്നു, എനിക്ക് വരാനൊന്നും പറ്റിയില്ല. ഇപ്പം എനിക്ക് കൊറോണയൊക്കെ മാറിയില്ലേ, അപ്പം ഞാൻ വന്നതാ. വെള്ളപ്പൊക്കത്തിൽ എൻ്റെ വീടൊക്കെ പോയി, എല്ലാം പോയി. അപ്പം കിണറൊക്കെ നിറഞ്ഞു വെള്ളപ്പൊക്കം വന്നപ്പോൾ. ഇപ്പം പറയും എൻ്റെ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, 3 ആളും നല്ല സുഖത്തിൽ ജീവിക്കുക. ഞാൻ പിന്നെ അച്ഛൻ പറഞ്ഞ പിന്നെ ഞാൻ പിന്നെ അതിനു വേണ്ടി പ്രാർത്ഥിച്ചില്ല. വീടും പോയി, എല്ലാം പോയില്ലേ വെള്ളപ്പൊക്കത്തിൽ. കൊറോണ വന്നപ്പോൾ എനിക്ക് കൊറോണയും പിടിച്ചു, ശ്വാസം പോവാത്ത വിഷമമൊക്കെ വന്നു. എനിക്ക് മനസ്സിലായി ഇനി ഈ ശ്വാസം തരാൻ കർത്താവിന് മാത്രമേ പറ്റുള്ളൂ. ഓക്സിജൻ സിലിണ്ടർ വെച്ച് കുറച്ച് ദിവസം നല്ല പൈസ വന്നു. ഐസിന്നൊക്കെ പോരുമ്പോൾ നല്ല ചിലവ് വന്നു. ആരൊക്കെയോ എന്നെ സഹായിച്ചു, എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. ഇപ്പം എനിക്ക് മനസ്സിലായി, കർത്താവ് വന്നാൽ മാത്രം, കർത്താവ് തന്നാൽ മാത്രം, കർത്താവ് ഇടപെട്ടാൽ മാത്രം എല്ലാ കാര്യം നടക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ ബന്ധനത്തിൽ നിന്നൊക്കെ മോചനം കൊടുത്തു. ഇന്ന് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല മോളെ. ഇപ്പം ഞാനിവിടെ വന്നിരിക്കണതേ, ഞാൻ അച്ഛനെ കണ്ടു, പനക്കലച്ഛനെ കണ്ടു, വീണ്ടും ഞാൻ ശുശ്രൂഷയ്ക്ക് വരിക. ഞാൻ ചോദിച്ചു, ഇപ്പോൾ വയസ്സ് എത്രയേ? 89 വയസ്സായിട്ടേ ഞാൻ വീണ്ടും ശുശ്രൂഷയ്ക്ക് വരാൻ. കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ പറയാം, ഒരാഴ്ചയിൽ ധ്യാനം കൂടുക. ഞാൻ ഈ ധ്യാനം കഴിഞ്ഞിട്ട് എന്നെ ഇവിടെ എടുത്താൽ മതിയായിരുന്നു. ഞാൻ ചോദിച്ചു, ഇപ്പം എന്ത് ചെയ്യാനാ? ചോറ് വിളമ്പി കൊടുത്തൂടെ? ഇവിടെ കടിച്ചു വാരിക്കൂടെ? കസാരിയൊക്കെ നിർത്തിയിട്ടൂടെ? ഇവരെയൊക്കെ നോക്കി നടന്നൂടെ? ധ്യാനത്തിന് വരുന്നവരെ അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ലോകം മുഴുവനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അത് പോരാ. ഞാൻ ഓടി നടന്നിരുന്ന ആളല്ലേ, ഇപ്പോഴും എനിക്ക് ഓടി നടക്കണം. പ്രൈസ് ദി ലോർഡ്. ആരുടെയെങ്കിലും ഉള്ളിൽ ഈ ആഗ്രഹമുണ്ടോ? ആരുടെയെങ്കിലും ഉള്ളിൽ ഈ ദാഹമുണ്ടോ? ആരെങ്കിലും തമ്പുരാന് വേണ്ടി ഇങ്ങനെ ഓടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഇന്ന് നിൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടും. ഇങ്ങനെ നത്തുപോലെ നമ്മൾ കുത്തിയിരുന്ന ഒന്നും നടക്കില്ല. കർത്താവിന് വേണ്ടി ഓട്, കർത്താവിന് വേണ്ടി ജീവിക്കേ, കർത്താവിന് വേണ്ടി സഹിക്കേ, കർത്താവിന് വേണ്ടി ക്ഷമിക്കേ, കർത്താവിന് വേണ്ടി എല്ലാം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ കാര്യം പോലും നമ്മുടെ മനസ്സിലുള്ളത് തമ്പുരാൻ കാണും. ഒരു ചെറിയ നീരസം മതി, കർത്താവ് കാണും. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞായറാഴ്ച ഞാൻ മഞ്ഞുമ്മൽ ധ്യാന കേന്ദ്രത്തിൽ ക്ലാസ് എടുക്കാൻ പോയി. അപ്പം ഞാൻ ആദ്യം കളമശ്ശേരിയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ആ ഓട്ടോ പിടിച്ച് പോവാം. അപ്പോൾ മെയിൻ റോഡ് ഹൈവേ. കഴിഞ്ഞ ആഴ്ച എന്നോട് പറവൂരുള്ളവർ പറഞ്ഞു, ഇതിലേ പോയി എളുപ്പമെത്തുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കൊടുങ്ങല്ലൂർ ഇറങ്ങി അവിടുന്ന് പറവൂർ ബസ്സിൽ കയറി. പറവൂർ മഞ്ഞുമ്മൽ പോവും. മഞ്ഞുമ്മൽ പോവുമോ ഈ ബസ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പോകുന്നു. കണ്ടക്ടർ കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറയാം മഞ്ഞുമ്മൽ പോവില്ല എന്ന്. ഞാൻ ചോദിച്ചു, അപ്പോൾ പോകുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് മഞ്ഞുമ്മലൊന്നും പോവില്ല ചേച്ചിയെ, ഇത് കുന്നുംപുറം ഇറങ്ങാം, അവിടുന്ന് പിന്നെ ചേച്ചി പോയാൽ മതി, ബസ് കിട്ടിയില്ലെങ്കിൽ ഓട്ടോ പിടിക്കാം. ഞാൻ ദൈവമേ കുന്നുംപുറം എവിടെയോ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ദൂരണ്ട. ചേച്ചി ഒന്നും മിണ്ടാണ്ടെന്ന്, അതൊക്കെ അവിടെ എത്തും. ഇവൻ എങ്ങനെ ദേഷ്യപ്പെടുക? ഒരു ചെറിയ പയ്യനാ, ഇവനിങ്ങനെ ദേഷ്യപ്പെടുക. അപ്പം എൻ്റെ ഉള്ളിലൊരു ചെറിയ വിഷമം തോന്നി. ഇവൻ മഞ്ഞുമ്മൽ പോകുമെന്നും പറഞ്ഞ് എന്നെ കയറ്റിയിട്ട് പിന്നെ പോവില്ല എന്ന്. പിന്നെ ചോദിക്കുമ്പോഴേക്കും ഇവന് ദേഷ്യം. പിന്നെ അവൻ പുറകിൽ പോയി പൈസ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ മേടിക്കാം. അത് കഴിഞ്ഞവൻ തിരിച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് ഒരു കാര്യം ചെയ്യും, പറവൂര് വരെ ഞാൻ പോയിട്ടുണ്ട്. പറവൂര് അടുത്തൊരു ധ്യാന കേന്ദ്രത്തിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, അയ്യമ്പിളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. പറവൂര് എന്നെ ഇറക്കിക്കോ, ഞാൻ അവിടുന്ന് ബസ് കയറി പോയിക്കോളാം, അവിടെ എനിക്ക് പരിചയമാണ്. ഉടനെ ഈ ചെറുക്കൻ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, പറവൂര് ചേച്ചി ഈ ഞായറാഴ്ച ഒന്ന് ഇവിടെ ഇറങ്ങിയോ, ഇന്ന് ചേച്ചി ആ മഞ്ഞുമ്മൽ എത്തില്ല, കാരണം ബസ്സൊക്കെ കുറവാ, ബസ്സില്ല. അവൻ പറഞ്ഞത് കറക്റ്റാണ്. പറവൂര് ഇറങ്ങിയാൽ ഒത്തിരി ദൂരമുണ്ട് പിന്നെ മഞ്ഞുമ്മൽ പോകാൻ. അപ്പോൾ അവിടെ ഒന്നും ചേച്ചിക്ക് അങ്ങോട്ട് എത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ശരി എന്നെ ഇറക്കേണ്ട സ്ഥലത്ത് ഇറക്കിക്കോളാം, പറഞ്ഞോളോ, എനിക്കറിയില്ല. പിന്നെ അവൻ വെറുതെ കിടന്ന് ഒച്ചയെടുക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ പുറകിലെത്തിയിട്ട് ആരോടോ വഴക്കുണ്ടാക്കി. ആണുങ്ങളിങ്ങനെ കേട്ട് നിൽക്കില്ലല്ലോ, അവർ മറുപടി പറഞ്ഞ് അവരുടെ എന്തോ കാര്യത്തിന് അവർ ദേഷ്യപ്പെട്ടു, വഴക്കായി. ഞാൻ നോക്കി പുറകിൽ നല്ല വഴക്ക്. അപ്പം എൻ്റെ ഉള്ളിലൊരു ചെറിയ സന്തോഷം, പിശാച് വരുന്നൊരു സന്തോഷം. അവന് ഇവിടെ കിട്ടിയില്ല, അവിടെ കിട്ടട്ടെ എന്ന്.
അവൻ ഈ ചൂടും കൊണ്ട് ദേഷ്യം വന്ന് ആരോടൊക്കെയുള്ള ദേഷ്യത്തിൽ അവൻ വന്ന് കയറി എന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് പറ്റിക്കുകയും ചെയ്തു, ചീത്ത പറയുകയൊക്കെ ചെയ്തുല്ലോ. അവിടെ കിട്ടട്ടെ അവന്. അപ്പോൾ അടുത്തിരിക്കണ ചേച്ചി പറഞ്ഞു, എന്താ ഈ ചെറുക്കന് പറ്റിയ, ഈ ചെറുക്കൻ എന്തിനാ ബഹളം കൂട്ടി? അപ്പം ഞങ്ങൾ രണ്ടാളും നല്ല സെറ്റായി അവനെ കുറ്റം പറയാൻ വേണ്ടി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവന് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അത് കിട്ടണം, അവന് കിട്ടാതെ പോരുത്, അവൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ചെറുക്കനാണ്. ഞാൻ കുന്നുംപുറം ഇപ്പം ഇവൻ പറഞ്ഞൊന്നുമില്ല, ഏതോ ഒരു പെണ്ണ് പറഞ്ഞു കുന്നുംപുറം. ഞാൻ അവിടെ ഇറങ്ങി ഓട്ടോ വിളിച്ച് മഞ്ഞുമ്മലെത്തി. ധ്യാനകേന്ദ്രത്തിൽ സമയം വൈകിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി ഓടുക ഞാൻ. ആ സമയത്ത് ധ്യാനകേന്ദ്രത്തിൽ ഒരു അച്ഛൻ, ഓബിയച്ഛൻ, അച്ഛനല്ല ഡയറക്ടർ, അച്ഛൻ അതിൻ്റെ ഉള്ളിലെ വേറൊരു പോസ്റ്റ്. അച്ഛൻ എന്നോട് പറഞ്ഞു, ക്ലാസ് എടുക്കാനല്ലേ, ഒരു കാര്യം ചെയ്യേ, ഉള്ളിലൊരു നീരസമുണ്ട്, അത് കുമ്പസാരിച്ചിട്ട് പോയിക്കോളാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, എനിക്ക് നീരസമൊന്നുമില്ല. കാരണം ഞാൻ അവനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു, അവനോട് മനസ്സിൽ ക്ഷമിച്ചു. കാരണം അതൊരിക്കലും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ വെക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാൻ ക്ഷമിച്ചൊക്കെ പോന്നു. അച്ഛൻ പിന്നെയും പറയും, ഇന്ന് വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അതിൽ ഒരു നീരസമുണ്ട് ഉള്ളിൽ. ആ നീരസം വാ, ഇങ്ങോട്ട് പോരെ, ഞാൻ കുമ്പസാരിപ്പിക്കാം. കുമ്പസാരിച്ചിട്ട് ക്ലാസ് എടുക്കാൻ പോയി. ക്ലാസ് എടുക്കാൻ പോവാ, കൃപ കുറയും, തടസ്സം വരും. എനിക്ക് അതിശയം തോന്നി. എന്താ ഉണ്ടായി എന്ന് വരുമ്പോൾ വാഹനത്തിൽ എന്താ ഉണ്ടായേ? ഞാൻ പറഞ്ഞു, ആ അച്ഛാ പയ്യൻ എന്നെ മഞ്ഞുമ്മൽ പോകുന്നു പറഞ്ഞിട്ട് മഞ്ഞുമ്മൽ പോവില്ല എന്ന് ബസ്സിൽ കയറിയപ്പോഴാണ് പറയുന്നത്. പിന്നെ അവൻ കിടന്ന് ബഹളം വയ്ക്കുക, വച്ചെടുക്കുക. ഞാൻ ന്യായീകരിച്ചു. അച്ഛൻ പറഞ്ഞു, എന്തായാലും നമ്മുടെ ഉള്ളിൽ അവനോടൊരു വിഷമം തോന്നി, കുമ്പസാരിക്കാൻ പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തോരം വിഷമല്ലേ, എത്ര പേരുടെ ഉള്ളിലാണ് വിഷമം. ദേഷ്യപ്പെട്ടിട്ടും വിഷമിപ്പിച്ചിട്ടും വേദനിപ്പിച്ചിട്ടും ക്ഷമിക്കാതെ എത്ര പേരോടാണ് നമുക്ക് ക്ഷമിക്കാനുള്ളത്? എത്ര പേരെയാണ് നമ്മൾ വേദനിപ്പിച്ചിരിക്കുന്നത്? ഇതൊരു നിസ്സാര കാര്യം. അവൻ എൻ്റെ ആരുമല്ല, എന്നാലും ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു, ക്ഷമിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ഒരു നീരസം. ഞാൻ കുമ്പസാരിച്ചു. കുമ്പസാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ്സിന് കയറിയത്. എന്നോട് ചോദിച്ച ശുശ്രൂഷകർ, അവിടെ എന്തുണ്ടായി, അച്ഛൻ പിടിച്ചു കൊണ്ടുപോകുന്ന കണ്ടുല്ലോ. ഞാൻ പറഞ്ഞു, ഉള്ളിലൊരു നീരസം തോന്നി, അതുപോലും കർത്താവ് കണ്ടു. ഉള്ളിലൊരു നീരസം തോന്നി, അതുപോലും കർത്താവ് കണ്ടു. അങ്ങനെയാണെങ്കിൽ എത്ര വർഷമായി ചിലരോട് നമ്മൾ മിണ്ടാതിരിക്കുക? എത്ര വർഷമായി നമ്മൾ ചിലരെക്കുറിച്ച് വേദനിക്കുക, മനസ്സ് തളരുക, അസ്വസ്ഥപ്പെടുക, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ? ഇതൊക്കെ നമുക്ക് ബന്ധനങ്ങളായി കൊടുക്കും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 30-ാമത്തെ അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനം. പ്രഭാഷകൻ 30:21. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷം അവൻ്റെ ആയുസ്സുമാണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. നമ്മൾ നോക്കുമ്പോൾ ദുഃഖമാണ് നമ്മുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്. അവരെന്നെ വേദനിപ്പിച്ചു, ഇവരെന്നെ വേദനിപ്പിച്ചു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, വഞ്ചിച്ചു, എന്നെ ചതിച്ചു, എന്നെ പോലീസ് സ്റ്റേഷൻ കയറ്റി, കോടതി കയറ്റി. ഇവിടെ ഉണ്ടിട്ടോ പോലീസ് സ്റ്റേഷൻ കയറ്റി വേദനിക്കുന്നവർ, കോടതി കേസുമായി നടക്കുന്നവർ, ഒരു തെറ്റും ചെയ്യാതെ ഇപ്പോഴും കോടതി കേസുമായിട്ട് നടക്കുന്നവർ, പലവിധ കാരണങ്ങളാൽ അസ്വസ്ഥപ്പെടുന്നവർ, മനസ്സിൻ്റെ വേദനയുമായിട്ട് ഉള്ളിലൊതുക്കി കഴിയുന്നവർ. കർത്താവ് പറയാ, നീ നോക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ ദുഃഖമാ, നിൻ്റെ ഉള്ളിൽ വേദനയാ. എന്നാലും അവരെന്നെ അങ്ങനെ ചെയ്തില്ലേ, അവരെന്നെ ഇങ്ങനെ ചെയ്തില്ലേ. പക്ഷെ അത് നിൻ്റെ ചുറ്റും ഒരു ബന്ധനമായി മാറിയിട്ടുണ്ട്. ആ ദുഃഖത്തിലാണ് നീ ഇപ്പം കിടക്കുന്നത്. ആ ദുഃഖം നിനക്ക് മാറ്റാൻ പറ്റുന്നില്ല. നിന്നേക്കാൾ പ്രായമുള്ള, അല്ലെങ്കിൽ നിന്നേക്കാൾ ഉന്നതനായ, നിന്നേക്കാൾ സംതിങ് ആയ വ്യക്തികൾ വേദനിക്കുമ്പോൾ അവരല്ലേ ശരിയാവേണ്ടത്, അവരല്ലേ നന്മ ചെയ്യേണ്ടത്, അവരല്ലേ അങ്ങനെ ചെയ്യേണ്ടത്? അല്ല. ചില മക്കൾ പറയും അപ്പനമ്മയും കാരണം, അപ്പനമ്മ അങ്ങനെ ചെയ്തു, അപ്പനമ്മ ഇങ്ങനെ ചെയ്തു. ചിലർ പറയും ഭാര്യ കാരണം, ഭർത്താവ് കാരണം. ആര് കാരണമാകട്ടെ, നീ ദുഃഖിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവൻ്റെ സന്തോഷമാണ്, ആയുസ്സാണ്. ഹൃദയാനന്ദം നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ ആയുസ്സാ നഷ്ടപ്പെടുന്നേ. ഉള്ളിൽ വേദനയും ദുഃഖം ഒതുക്കി വയ്ക്കുമ്പോൾ നിൻ്റെ ജീവിതം ചുരുങ്ങിപ്പോകുന്നേ. നിനക്ക് കിട്ടേണ്ട സന്തോഷവും സമാധാനം നഷ്ടപ്പെടുത്തുക.
ഇന്നലകളിൽ എന്തെല്ലാം തകർച്ച വന്നോട്ടെ, എന്തെല്ലാം ദുരിതങ്ങൾ ഉണ്ടായിക്കോട്ടെ, കഷ്ടപ്പാടുകൾ ഉണ്ടായിക്കോട്ടെ, നിന്റെ ആത്മാവ് രക്ഷപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നിന്റെ ആത്മാവിൻ്റെ രക്ഷയെ കർത്താവ് കാണുന്നേ. നീ വണ്ണം വെച്ച് വരുന്നതല്ല, നിന്റെ കുടുംബത്തിൽ വലിയ സൗഖ്യങ്ങളല്ല, നിന്റെ കുടുംബത്തെല്ലാം തികഞ്ഞ അവസ്ഥയല്ല, നീ മറ്റുള്ളവരുടെ മുൻപിൽ സംതിങ് ആകുന്ന അവസ്ഥയല്ല. നിന്റെ ആത്മാവ് രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റു പലതിൻ്റെ പുറകെ ഓടിയിരുന്ന നിന്നെ അതെല്ലാം തകർത്ത് കളഞ്ഞിട്ട് തമ്പുരാൻ്റെ കൃപയിലേക്ക് കൊണ്ടുവന്നപ്പോൾ നിന്റെ ആത്മാവ് രക്ഷപ്പെടുന്നുണ്ട്. ഈ രക്ഷപ്പെടല കർത്താവ് ആഗ്രഹിക്കുന്നേ. ഇനി നിൻ്റെ ഉള്ളിലൊരു ബോധ്യം തരും, ഇതുപോലെ അനേക ആത്മാക്കൾ രക്ഷപ്പെടണം, അനേകർക്ക് വേണ്ടി ഓടണം, അനേകർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടാകണം, അനേകരുടെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാനും എൻ്റെ സണ്ണി, എൻ്റെ ആങ്ങള സണ്ണി കാട്ടുകാരൻ ഇവിടെ സ്ഥിരമായിട്ടുണ്ട് ക്ലാസ്സിന്. ഞങ്ങൾ രണ്ടുപേരും ഓടുക തമ്പുരാന് വേണ്ടി. കഷ്ടപ്പാടും ദുരിതമൊക്കെ സഹിക്കും. സണ്ണി ഇപ്പോഴേ പോകാനിരിക്കുക, ഇനി മിഷൻ ഹിന്ദിയിൽ പ്രസംഗിക്കുക, ലോകം മുഴുവൻ ഓടുക. ചിലപ്പോൾ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല അവിടെ. അങ്ങോട്ട് കൊണ്ടാ പോവുക സാധനങ്ങൾ. അരുളിക്ക വാങ്ങിച്ചുകൊണ്ട് പോകും, ഡ്രസ്സ് കൊണ്ടുപോകും, പലതും കൊണ്ടുപോകും അങ്ങോട്ട്. പാവങ്ങളവിടെ, പട്ടിണി പാവങ്ങൾ, ഒന്നും ഇല്ലാത്തവർ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ. ഞാൻ അതിശയിച്ച് പോകാറുണ്ട് ചിലപ്പോൾ അവൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ. എന്തുമാത്രം കഷ്ടപ്പെടുന്നേ. ഉറക്കവും ഇല്ല, ഊണും ഇല്ലാതെ ഓടി നടക്കുക. ഇപ്പതേ വന്നു, ഇച്ചിരി കഴിയുമ്പോഴേക്കും വീണ്ടും പോവുക വേറെ സ്ഥലത്തേക്ക്. ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ധ്യാനത്തിന് പോയതെങ്കിൽ എന്നെ കൊണ്ടുവന്നാക്കി, ജെസ്സിയെ ഞാൻ പുലർച്ചെ പോകട്ടോ, പുലർച്ചെ പോവുക. എന്തിനാ അവനെങ്ങനെ കഷ്ടപ്പെടുന്ന? പട്ടിണിയൊന്നും ഇല്ല, ഇപ്പോൾ ദാരിദ്ര്യമൊന്നും ഇല്ല, കഷ്ടപ്പാടില്ല, സമാധാനമുള്ളൊരു കുടുംബം, സന്തോഷമുള്ളൊരു കുടുംബം. പക്ഷേ അതെല്ലാം നോക്കുന്നേ. അനേകർ സമാധാനം ഇല്ലാതെ കിടപ്പുണ്ട്, അനേകർ സന്തോഷമില്ലാതെ കിടപ്പുണ്ട്, അനേകർ ബന്ധനാവസ്ഥയിൽ കിടപ്പുണ്ട്, അനേകർ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പട്ടിണി പാവങ്ങളുണ്ട്, ഭക്ഷണം കഴിക്കാനില്ലാതെ, മരുന്ന് കഴിക്കാനില്ലാതെ രോഗാവസ്ഥയിൽ കിടക്കുന്നവർ. ഇപ്പം മരുന്ന് വാങ്ങിക്കൊടുക്കും ഒത്തിരി പേർക്ക്, ഭക്ഷണം അരി സാധനങ്ങളും കൊണ്ട് കൊടുക്കും. ഈ കഴിഞ്ഞ ആഴ്ച എന്നെയും കൊണ്ടുപോയി ഒരു കുടുംബത്തിൽ 10ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിപ്പോൾ സഹോദരി. 9 കുഞ്ഞുങ്ങൾ കയ്യിലുണ്ട്, 2 കുഞ്ഞുങ്ങൾ മരിച്ചു, അല്ലെങ്കിൽ 12 കുഞ്ഞുങ്ങളാവേണ്ടതാ. ഇപ്പോൾ 2 കുഞ്ഞുങ്ങൾ മരിച്ചു, ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ 9 കുഞ്ഞുങ്ങൾ കയ്യിലുണ്ട്. ഇപ്പം 10ാമത്തെ ആ സ്ത്രീ ഗർഭിണിയാണ്, ആ പാവം പെണ്ണ്. ഒന്നുമില്ല കുടുംബത്ത്. വർക്ക്ഷോപ്പ് എല്ലാം മുദ്ര വെച്ചിരിക്കുക. ബാങ്ക് വന്നിട്ട് വീട് ജപ്തിയാ. 10 ദിവസത്തിനുള്ളിൽ വീട് ഒഴിഞ്ഞു കൊടുക്കണം. കൊറോണയുടെ സമയത്ത് ജപ്തി വന്നതാ, പക്ഷെ കൊറോണ ആയതുകൊണ്ട് ജപ്തി ചെയ്തില്ല. ഇപ്പോൾ ദേ അതിനുള്ള സമയമായി. എന്നിട്ട് വിളിക്കുക, സണ്ണി ബ്രദറെ, ജെസ്സിയേച്ചി ഞങ്ങൾ പോവാറായി. ഞാൻ ചോദിച്ചു എങ്ങോട്ട് പോവാറായി? പെട്ടി എടുത്ത് പോവുക. എങ്ങോട്ട്? അപ്പൻ്റെ അടുത്തേക്ക്. ഞാൻ പറഞ്ഞു ചെല്ലു അപ്പൻ്റെ അടുത്തേക്ക്. സ്വർഗത്തിൽ പോവും. ആത്മഹത്യ ചെയ്ത വ്യക്തി പോവില്ല, ആത്മഹത്യ ചെയ്യാൻ പോവാന്ന്. ഈ 9 കുഞ്ഞുങ്ങളെയും കൊന്നിട്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് മരിക്കാൻ പോവുക. ഞങ്ങൾ പെട്ടിയെടുത്ത് പോവുക. 10 ദിവസത്തിനുള്ളിൽ വീട് ഒഴിഞ്ഞു കൊടുക്കണം. ഞങ്ങൾക്ക് വേറെ ഒരു വഴിയില്ല. നല്ല വർക്ക്ഷോപ്പുണ്ട്, ഒത്തിരി ഉപകരണങ്ങളൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പിൽ എല്ലാ ഉപകരണങ്ങളുമായിട്ടുള്ള വർക്ക്ഷോപ്പുണ്ട്. അത് മുദ്ര വെച്ച് പോയിരിക്കുക ബാങ്ക്. അവിടെ ഇവിടെയൊക്കെ സ്ഥലങ്ങളുണ്ട്, അത് മുദ്ര വെച്ച് പോയിരിക്കുക ബാങ്ക്. വീടും ഇപ്പം മുദ്ര വെച്ച് പോയിരിക്കുക. പക്ഷെ അത് ഒഴിഞ്ഞു കൊടുക്കേണ്ട ഈ ദിവസങ്ങളാണ്. വീട്ടിൽ ഭക്ഷണം ഇല്ല, അരിയില്ല വെക്കാൻ, കറിയില്ല. കൊച്ചു കുഞ്ഞുങ്ങളാ. ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി എങ്ങനെയാ? സണ്ണി പറഞ്ഞു ജെസ്സി നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ പറഞ്ഞു ശരി. അവനെ കല്യാണം ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ഒരു കുടുംബത്തിന് ആവശ്യമുള്ള, എങ്ങനെ അവനെ അറിയുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഒത്തിരി സാധനങ്ങൾ വാങ്ങി. എന്നിട്ട് അവരുടെ വീട്ടിൽ ചെന്നു. ഇപ്പോൾ ഉള്ള 2 കുഞ്ഞുങ്ങൾ ട്വിൻസാണ്, ഏറ്റവും താഴെയുള്ളത്. അതുങ്ങൾ 1 വയസ്സ് തികഞ്ഞിട്ടില്ല. ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കുക അവരെ സംതൃപ്തിപ്പെടുത്താൻ. ആ കുഞ്ഞുങ്ങൾ ബിസ്ക്കറ്റ് തിന്നുന്ന കാണണം, അത്രയും ആഘോഷമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു സണ്ണി കട്ടിയുള്ള ബിസ്ക്കറ്റ് കൊടുക്കല്ലേ, ചെറിയ ബിസ്ക്കറ്റ് കൊടുക്കുക, അതുങ്ങളുടെ തൊണ്ടയിൽ കുരുങ്ങും. നമ്മളൊക്കെ 3-4 വയസ്സായ കുട്ടികളെങ്ങനെ പാവം കുഞ്ഞുങ്ങൾ, അയ്യോ അത് തിന്നാൽ തൊണ്ടയിൽ തടയും, ഇത് തിന്നാൽ തൊണ്ടയിൽ തടയും പറഞ്ഞിങ്ങനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നമ്മൾ കൊണ്ട് നടക്കുക. നോക്കിയപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇല്ലടി അതൊന്നും ഇല്ല, അതൊക്കെ അവർ തിന്നോളൂന്നും പറഞ്ഞ് ഈ കട്ടിയുള്ള ബിസ്ക്കറ്റ് കയ്യിൽ കൊടുത്ത് ഇതുങ്ങളും പടപടപടയെന്നും പറഞ്ഞ് തിന്നുക. വായലൊരു വലിയ കഷ്ണം. ഞാൻ പറഞ്ഞു അയ്യോ അത് തടയും, തൊണ്ടയിൽ തടയും.
അപ്പം അതിൻ്റെ അമ്മ പറയേ അതൊക്കെ അവർ തിന്നോളുന്നു, അതൊക്കെ അവർ തിന്നോളും. അത് കഴിഞ്ഞ് 4 മണിയായപ്പോൾ സ്കൂളിൽ നിന്ന് LKG UKG ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ വന്നു. ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ സണ്ണി മറ്റേ പാക്കറ്റ് തുറന്ന് കൊടുത്തു. അവർ വാങ്ങി 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 കൈ പിടിക്കുക. ഞങ്ങൾക്ക് വേദന തോന്നി. ദൈവമേ, എത്ര സമൃദ്ധിയിലും സന്തോഷത്തിലും ജീവിക്കേണ്ട കുട്ടികളാണ്. പക്ഷെ അദ്ദേഹം നല്ല കൃപയിലാണ്, അദ്ദേഹം നല്ല ദൈവസ്നേഹത്തിലാണ്, തമ്പുരാനെ മഹത്വപ്പെടുത്തുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ട്, ആരോടും പറയാൻ പറ്റാത്ത ജീവിത രഹസ്യമായി ഉള്ളിൽ കൊണ്ട് കഴിയുന്ന വേദനിക്കുന്നവർ ഇതിനിടയിലുണ്ട് കേട്ടോ. നമ്മുടെ ഇതിനിടയിലുണ്ട് വേദനിക്കുന്നവർ, തകർന്നവർ, കടബാധ്യതയുള്ളവർ, ആരുടെ മുൻപിലൊന്ന് നോക്കാൻ പറ്റാതെ, മുഖം ഒന്ന് തുറന്ന് കണ്ണ് തുറന്ന് നോക്കാൻ പറ്റാതെ എന്തോ അപരാധം ചെയ്തതുപോലെ വേദനിച്ച് നടക്കുന്നവർ, നിങ്ങൾ എത്തേണ്ടടുത്ത എത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണേണ്ടവനെ കാണാൻ വന്നിരിക്കുക. നിങ്ങൾക്കെല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവൻ്റെ അരികില. നിങ്ങളൊന്ന് തമ്പുരാനോട് ഉള്ളൊരുകിയിട്ട്, ദാരിദ്ര്യം വന്നതിനെക്കുറിച്ച് പറഞ്ഞില്ലേ, തോബിയാസിനോട് പറഞ്ഞില്ല, എൻ്റെ മകനെ, ദാരിദ്ര്യം അനുഭവിക്കുന്നത് തമ്പുരാൻ്റെ കൃപയാണെന്ന്, തമ്പുരാൻ്റെ കൃപയാണെന്ന്, ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന്. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുകയും നീ അവിടത്തേക്ക് പ്രീതികരനായി ജീവിക്കുകയും ചെയ്താൽ വലിയ സമ്പത്ത് കൈവരുമെന്ന്, വലിയ സമ്പത്ത് കൈവരും. ഇന്നലെകളിൽ സമ്പത്തിൻ്റെ പുറകെ ഓടിയത് കൊണ്ട്, സമ്പത്ത് ഉണ്ടാക്കാൻ നെട്ടോട്ടം ഓടിയത് കൊണ്ട്, സമ്പത്ത് കയ്യിൽ കിട്ടിയപ്പോൾ ഇത് തന്നവനെ കാണാത്തത് കൊണ്ട്, തന്നവനിൽ ആശ്രയിക്കാത്തത് കൊണ്ട്, തന്നവന് വേണ്ടി ജീവിക്കാത്തത് കൊണ്ട് ഒന്നൊന്നായി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെങ്കിൽ, ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രദേശത്ത് കൊണ്ടുവരും. അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് അവൾ എൻ്റെ സ്വരം ശ്രവിക്കും. അവളുടെ നഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടങ്ങൾ ഞാൻ അവൾക്ക് തന്നെ തിരികെ നൽകുമെന്ന്. ഞാൻ അവനെ വശീകരിച്ച് വിജനപ്രദേശത്ത് കൊണ്ടുവരും. വിജനപ്രദേശം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സ്ഥലം, ആരുമില്ലാത്ത സ്ഥലം. ഇപ്പം ചിലരുടെയൊക്കെ ജീവിതം അങ്ങനെയാ. ആരുമില്ല സഹായിക്കാൻ, ആരുമില്ല സ്നേഹിക്കാൻ, ഒന്നുമില്ല ജീവിതത്തിൽ. ഇപ്പം പിടിച്ചതും വലിച്ചതും കിട്ടിയതൊക്കെ നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാത്ത അവസ്ഥയാ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന വിജനപ്രദേശം ഉണ്ടല്ലോ, ഈ ശൂന്യമായ അവസ്ഥയുണ്ടല്ലോ, ഇവിടേക്ക് കടന്നു വരാൻ തമ്പുരാന് പറ്റും കർത്താവിന്. ആ ശൂന്യമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് ഞാൻ നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് നീ എൻ്റെ സ്വരം ശ്രവിക്കും, നീ എന്നെ പ്രിയതമൻ എന്ന് വിളിക്കും. അവിടെ വെച്ച് ഞാൻ നിന്നെ നഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടം തിരിച്ചു തരും. ഞങ്ങളുടെ ജീവിതത്തിൽ അതാ ഉണ്ടായത്. ഇന്നലെകളിൽ കുഞ്ഞുനാളിൽ ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. തൃശ്ശൂർ വെച്ച് വലിയ വീട്ടുകാർ 200-250 പവനൊക്കെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ വീട്ടുകാർ ഞങ്ങളുടെ ജീവിതത്തിൽ ലോക്കറിൽ വെക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. വലിയ വീട്, ഇഷ്ടംപോലെ സ്ഥലം, എല്ലാം തികഞ്ഞ അവസ്ഥ. തറവാടും കുറവല്ല, കാട്ടുകാരൻ തറവാട്, എല്ലാം തികഞ്ഞ പോസ്റ്റിൽ നിന്ന് തമ്പുരാൻ ഞങ്ങളെ തട്ടി താഴെയിട്ടു. ഇതിന് കാരണം എൻ്റെ അപ്പൻ്റെ മദ്യപാനം. നേരം വെളുത്ത് പോയി രാത്രിയാകുമ്പോൾ മദ്യപിച്ച് വീട്ടിലേക്ക് വരും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ ചോദിക്കും, അപ്പം വരുന്നതിന് മുന്നേ അമ്മോട് ചോറ് തരാൻ പറയും. അമ്മ പറയും, വേണ്ട, അപ്പം വന്നിട്ട് മതി. പാവം ഞങ്ങളുടെ അമ്മ, നല്ലൊരു അമ്മ, ഒരു വിശുദ്ധ. ചോറ് തരില്ല, അപ്പം വന്ന് കുളിച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടേ ചോറ് തരുള്ളൂ. ഞങ്ങൾ 7 മക്കളാണ്, 4 ആണ് 3 പെണ്ണും. ഇപ്പം 2 ചേട്ടന്മാർ മരിച്ചു. ഇപ്പം ഞങ്ങൾ 5 മക്കളുണ്ട്, 3 പെണ്ണും 2 ആണും. അതിലൊരാളാ സണ്ണി, ജോയി, പിന്നെ 2 ചേച്ചിമാർ. സ്നേഹമുള്ളവരെ, അങ്ങനെയുണ്ടല്ലോ. എൻ്റെ അപ്പൻ വരുമ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ചോറ് ഉണ്ണാനായിട്ട് പ്ലേറ്റ് നിരത്തി വെക്കുക. 7 പ്ലേറ്റ് നിരത്തി, അപ്പൻ്റെ അമ്മയുടെയും പ്ലേറ്റ് നിരത്തി വെച്ച് ചോറിടാൻ നേരത്തെ എൻ്റെ അപ്പൻ ചോറിൻ്റെ കലം വലിച്ചെറിയും, പുറത്തേക്ക് വലിച്ചെറിയും. ചിലപ്പോൾ അതിൽ മണ്ണെണ്ണ ഒഴിച്ച് വെക്കും, കറിയുടെ കലം പുറത്തേക്ക് വെക്കും. പിന്നെ ഞങ്ങൾക്ക് ചോറിടാൻ പറ്റില്ല, ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളൊക്കെ കരയും. അപ്പം ഞങ്ങൾ പറയും, അമ്മോട് പറഞ്ഞതല്ലേ നേരത്തെ ചോറ് തരാൻ. അമ്മ അപ്പനെ ബഹുമാനിക്കുന്നതുകൊണ്ട് അപ്പനെ ഒറ്റപ്പെടുത്തില്ല ഒരിക്കലും. ചോറ് തന്നില്ല, ഞങ്ങൾക്ക് ഉണ്ണാൻ പറ്റിയില്ല, ചോറൊക്കെ പോയി. അമ്മ പറയും, എൻ്റെ മക്കൾ കിടന്നുറങ്ങിക്കോ, ഉറക്കത്തിൽ നിന്ന് അമ്മ വിളിക്കാം,
വീണ്ടും ചോറുണ്ടാക്കാനാ. സ്റ്റൗ കഴിഞ്ഞ് പോയി, ഗ്യാസ് പോയി, എല്ലാം പോയി, വീട്ടിൽ ഉപകരണങ്ങളൊന്നും ഇല്ല, വീടും പോയി, വാടക വീട്ടിൽ താമസിക്കുക. പാവം എൻ്റെ അമ്മ ആ പാതിരാത്രി വീണ്ടും ചോറ് വയ്ക്കും. വീണ്ടും ചോറ് വെച്ച് 12 മണി 1 മണിക്കൊക്കെ ഞങ്ങൾക്ക് ചോറ് തരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട്. ആ ചോറ് ഉണ്ണാനായിട്ട് ഞങ്ങൾ ഉറക്കപ്പിച്ചോടുകൂടെ എഴുന്നേറ്റിരുന്ന് ചോറുണ്ണും. ചോറുണ്ട് കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും കിടന്നുറങ്ങും. വീണ്ടും കിടന്നുറങ്ങിയിട്ട് പിന്നെ ഒരു ഉറക്കം കഴിയുമ്പോൾ അമ്മ കരയുന്ന ഒച്ച കേൾക്കും. എന്തിനാ അമ്മ കരയണേ? അപ്പൻ എങ്ങാനും അമ്മേനെ അടിച്ചോ, ദേഷ്യപ്പെട്ടോ? ഞങ്ങൾ കണ്ണ് തുറന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട് ആദ്യം നോക്കുക അപ്പൻ കിടന്ന സ്ഥലമാണ്. അപ്പൻ സുഖമായിട്ട് അവിടെ ഉറങ്ങുന്നുണ്ട്. പിന്നെ എന്തിനാ അമ്മ കരയുന്നേ? നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ ക്രൂശിത രൂപമുണ്ട്. ഈ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി കൈ വിരിച്ചു പിടിച്ച് എൻ്റെ അമ്മ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. എൻ്റെ അമ്മ കരയുമ്പോൾ പ്രാർത്ഥിക്കുന്ന വാക്കുകൾ ഇതാ: കർത്താവേ, എൻ്റെ കുടുംബം നശിക്കല്ലേ, കർത്താവേ എൻ്റെ കുടുംബം രക്ഷിക്കണേ, എൻ്റെ മക്കളെ രക്ഷിക്കണേ, എൻ്റെ മക്കൾ നശിക്കല്ല കർത്താവേ. ഈ കരച്ചിൽ കേട്ടിട്ട് ഞങ്ങൾ എഴുന്നേറ്റ്. എൻ്റെ സണ്ണി വന്ന് തട്ടി വിളിച്ചിട്ട് പറയും, പണ്ടെങ്ങോ ഒരു കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉണ്ടെന്നും പറഞ്ഞ് ഇപ്പം അമ്മേനെ സഹായിക്കുമോ? ഇപ്പം അമ്മേനെ രക്ഷിക്കുമോ? അമ്മ പറയുമോ, മോനെ, പണ്ടെങ്ങോ ഉള്ള കർത്താവല്ല, ഇപ്പോഴും ഉണ്ട് കർത്താവ്, നമ്മളെ രക്ഷിക്കും. കണ്ണീരോടെ പറയും. എന്തെങ്കിലും ഒരിക്കൽ സമാധാനം തരും, എന്തെങ്കിലും ഒരിക്കൽ സമാധാനം സന്തോഷം തരും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ സമാധാനം സന്തോഷം തന്നു. പട്ടിണിയില്ല, കഷ്ടപ്പാടില്ല, ദുരിതമില്ല, ദുഃഖമില്ല. ഇന്ന് അനേകരുടെ ദുഃഖങ്ങളാണ് ഞങ്ങൾ കൊണ്ട് നടക്കുന്നത്. അനേകരുടെ വേദനകൾ നോക്കിയിട്ടാണ് ഞങ്ങൾ കരയുന്നത്. അനേകരുടെ തകർച്ചകൾ നോക്കിയിട്ടാണ് ഞങ്ങൾ കരയുന്നത്. അനേകർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടക്കുക, ഊണും ഉറക്കവും ഇല്ലാതെ. കാരണം ഈ തമ്പുരാനെ അവരെല്ലാം അറിയണം. ആരും നശിക്കരുത്, എല്ലാവരും രക്ഷപ്പെടണം. സ്നേഹമുള്ളവരെ, പ്രത്യാശയോടുകൂടെ നിങ്ങൾ വിളിച്ച തമ്പുരാനെ. എൻ്റെ അമ്മ കണ്ണീരോടെ വിളിച്ചപ്പോൾ മക്കളാരും നശിച്ചില്ല. എല്ലാവരും തമ്പുരാനെ അറിഞ്ഞു. എല്ലാവരും ആ കൃപയിൽ ജീവിക്കുക. എല്ലാവരും ശുശ്രൂഷകരായി മാറി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വിളിക്കുന്നത് വെറുതെയല്ല, പാഴായി പോകില്ല. തമ്പുരാനെ മഹത്വപ്പെടുത്തി ജീവിച്ചാൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ കാണും. ഈ കടബാധ്യത എന്നോർത്ത് വിഷമിക്കേണ്ട, ഈ ദുഃഖദുരിതം എന്നോർത്ത് വിഷമിക്കേണ്ട, ബന്ധനം എന്നോർത്ത് വിഷമിക്കേണ്ട. ഈ ഉള്ളിലിരിക്കുന്ന വെറുപ്പും ദേഷ്യവും വിഷമവും വേദന അസ്വസ്ഥതയൊക്കെയാ ബന്ധനമാക്കി മാറ്റുന്നത്. ഇന്ന് കർത്താവ് അതിൽ നിന്ന് വിടുതൽ തരും. അവിടുത്തെ രക്ഷ നമ്മൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ആ കൃപ നമ്മൾ സ്വന്തമാക്കും. ആ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയും. നിൻ്റെ ആത്മാവ് നശിച്ചിട്ടില്ല. അന്നന്നത്തെ അപ്പത്തിന് വക തമ്പുരാൻ തരുന്നുണ്ട്. മക്കൾ നശിക്കാൻ ദൈവം ഇടവരുത്തില്ല. കർത്താവ് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക്. പ്രത്യാശയോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളാകട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളാകട്ടെ. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് തമ്പുരാനെ വലിയ കൃപയിൽ, തമ്പുരാൻ്റെ കൃപയിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അനുഗ്രഹിക്കണേ, യേശുവേ അനുഗ്രഹിക്കണേ, ശക്തിപ്പെടുത്തണേ, കൃപ നിറയ്ക്കണേ. എൻ്റെ എല്ലാ വേദനകളും ഇതാ കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ആലയത്തിൽ അവിടുത്തെ അഭിഷിക്തരായി ഞങ്ങളുടെ വൈദികരിലൂടെ കർത്താവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന്, ശക്തിപ്പെടുത്തുന്നതിന്, കൃപ ചൊരിയുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ഭാരം, ഞങ്ങളുടെ വേദന, ഞങ്ങളുടെ തടസ്സം, ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഞങ്ങളുടെ ബിസിനസ് തകർന്നത്, മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങൾ നാണം കെടുന്നത്, ഒറ്റപ്പെട്ടതെല്ലാം സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയം, ദുഃഖം, രോഗം, വേദന എല്ലാം സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്.